ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ മീൻ പുഴുക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേകാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ചേർത്ത് നല്ലതുപോലെ അരയ്ക്കേണ്ട. നമ്മൾ അവിയലിനേക്കാളും കുറച്ചും കൂടെ ആ പരുവത്തിന് അരച്ചെടുക്കുക. ഞാൻ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നെത്തോലി മീനാണ് എടുത്തിട്ടുള്ളത്. നെത്തോലി മീൻ അകത്തുള്ള മുള്ള് മാറ്റിയിട്ടാണ് ഞാൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ കപ്പ നന്നായിട്ട് തിളച്ച് കാരണം വെന്ത് കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കളയാം. വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി മുള്ളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള നെത്തോലി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് നമ്മുടെ ആ ജാറേനെ കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കുക. ഞാൻ 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ട് വേണ്ട, അങ്ങനെയല്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ വേണ്ട, നല്ല തൊറു ചിലർക്ക് ഒട്ടും വെള്ളമില്ലാതെ തൊറന്നുള്ള രീതിയിലായിരിക്കും കഴിക്കാൻ. അങ്ങനെയുള്ളവർ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഞാൻ ഈ കപ്പ വേവിക്കാൻ സമയത്ത് ഒട്ടുമേ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് ഉപ്പ് ചേർക്കുന്നവരാണെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതിയാകും. ഞാൻ ഉപ്പ് ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കുറച്ച് വേവിക്കുക. അപ്പോഴത്തേക്കും നല്ല ആവിയും നല്ലൊരു മണവും ഒക്കെ വരും. കാരണം നമ്മൾ പെരിഞ്ജീരകവും ജീരകവും ചേർത്തിട്ടുള്ളത് തന്നെ ആ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും. നല്ലതുപോലെ തിളച്ച് നമ്മൾ നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കിണ്ടിയത്. പെട്ടെന്ന് വേവുന്ന മരിച്ചിനിയും കൂടെ ആയതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റും കൂടി അതിൻ്റെ ആവി ഒന്ന് കയറിക്കോട്ടെ. അപ്പോൾ 2-3 മിനിറ്റും കൂടെ കഴിയുമ്പോൾ കാണാം നമ്മുടെ കപ്പ മീൻ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കടുകും മുളകും ഒന്ന് താളിച്ചും കൂടി ചേർക്കാം. അപ്പോൾ ഈ താളിപ്പും കൂടെ ആകുമ്പം വേറെ ലെവലാണ് നമ്മുടെ കപ്പ മീൻ പുഴുക്ക്. അതിന് കുറച്ച് വെളിച്ചെണ്ണ, ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഇട്ട് ഞാനിത് ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവയും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ മണം ഇതൊക്കെ ചേരുമ്പം വേറൊരു ഭയങ്കര ടേസ്റ്റാണ്. കുറച്ച് ഉലുവയും കൂടി ചേർത്ത് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉള്ളി ചേർക്കാം. കൊച്ചുള്ളിയെ ചേർക്കേണ്ടത്, കൊച്ചുള്ളീൻ്റെ അടുത്തേക്ക് ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് ചേർക്കുന്നത്. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും വറ്റൽ മുളകും കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് താളിച്ചെടുക്കാം. അത് താളിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ മീൻ പുഴുക്കിലോട്ട് ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കുക. നമ്മൾ ചേർത്തുടനെ മിക്സ് ചെയ്യരുത്. ചൂടോടെ ഈ എണ്ണ ഒഴിച്ച് കഴിഞ്ഞും കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താണ് നമ്മൾ കപ്പ മീൻ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇവിടെ വീട്ടിൽ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഇക്കാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കുക.